അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവിൻ്റെ 8 സിഫത്തുകളെക്കുറിച്ചുള്ള ചർച്ചയുടെ മധ്യത്തിലാണ് നമ്മൾ താൽക്കാലികമായി ക്ലാസ് നിർത്തിവെച്ചത്. ഇൽമ്, ഖുദ്റത്ത്, ഹയാത്ത്, സമഅ്, ബസർ, ഇറാദത്ത്, തക്വീന്, കലാം എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ പ്രാഥമികമായ ചർച്ചയ്ക്കൊടുവിൽ അവസാനത്തെ 3 സിഫത്തുകളായ ഇറാദത്ത്, തക്വീന്, കലാം എന്നിവയിൽ ഏതാനും ചില അവ്യക്തതകളുണ്ടെന്നും അതിൽ വിശദീകരണം കുറച്ച് കൂടുതൽ ആവശ്യമാണെന്നും മുസന്നിഫ് പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കലാമിനെ കുറിച്ചുള്ള ഒരു നീണ്ട വിശദീകരണം കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് തക്വീനിനെ കുറിച്ചാണ്. എന്താണ് തക്വീന് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ഖാന എന്ന് പറയുന്ന ഫെയിലിൽ നിന്നാണ് തക്വീന് രൂപപ്പെടുന്നത്. വിശാലമാണ് തക്വീൻ. മലയാളത്തിൽ ഉണ്ടാക്കൽ എന്നാണ് അർത്ഥമെങ്കിലും തർസീക്ക്, തഖ്ലീക്ക് തുടങ്ങി എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു വിശാലമായ അർത്ഥതലമുള്ള പദമാണ് തക്വീൻ. ആ തക്വീനിനെ കുറിച്ച് ഉള്ള കിതാബിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യം, ഈ തക്വീൻ എന്നുള്ളത് സിഫത്തുൻ ഹക്കീക്കാണോ, അഥവാ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ ഇറാദത്തിനെ പോലെയും ഖുദ്റത്തിനെ പോലെയും ഒരു ഹക്കീക്കിയായ സിഫത്താണോ, അതല്ലെങ്കിൽ ഒരു ഇലാഫിയായ പദമാണോ എന്നുള്ളതാണ്. ഇതാണ് ആദ്യത്തെ ചർച്ച. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ 2 ധാരകളിൽ ഒന്നായ മാതുരീദി വിഭാഗം പറയുന്നത് അത് ഹക്കീക്കിയായ സിഫത്താണ് എന്നാണ്. എന്നാൽ മുതക്കല്ലിമീങ്ങളിൽ മുഹക്കിക്കുകളായ അശ്അരികളും ചില മാതുരീദികളും അടങ്ങുന്ന ആളുകൾ പറയുന്നത് ഇല്ല, അത് ഇലാഫിയാണ്. ഉദാഹരണം, അള്ളാഹു ഉണ്ടായി, ആർക്കും മുമ്പുണ്ടായി, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മുമ്പുണ്ടായി. അപ്പോൾ ഈ സൃഷ്ടികളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ഖബലിയത്ത് അല്ലേ, ആ വെച്ച് നോക്കുമ്പോൾ ഒരു ഇലാഫിയത്ത്, അള്ളാഹുവിൻ്റെ ഉണ്മക്കുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ഇലാഫിയത്താണ് തക്വീന് എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് അസലിയത്താണോ എന്നുള്ളതാണ്. അസലിയത്താണ്. അള്ളാഹുവിൻ്റെ സിഫത്തായ തക്വീൻ അസലിയത്താണ്. എന്ത് വഴി, ഏത് രൂപത്തിലാണ് നമുക്കത് തെളിയിക്കാൻ പറ്റുക? 4 രൂപത്തിലാണ് നമുക്കത് തെളിയിക്കാൻ പറ്റുക. ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നുകൂടി പറയുന്നു, തക്വീന് എന്ന് പറയുന്നത് ഹക്കീക്കിയായ സിഫത്താണ് എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഒരു വിഭാഗം, അല്ല അത് ഇലാഫിയത്താണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. 2, ഇത് സിഫത്താണെങ്കിൽ അത് അസലിയത്താണ് എന്ന് പറയാൻ നമുക്ക് 4 ന്യായങ്ങളാണുള്ളത്. ആ ന്യായങ്ങളെയാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തക്വീനു സിഫത്തുൻ ലില്ലാഹി തആല അസലിയത്തുൻ. തക്വീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്താണ്. അത് അസലിയായ സിഫത്താണ്, അനാദിയായ സിഫത്താണ്. അപ്പോൾ നമുക്ക് തക്വീനിൻ്റെ ലഫ്ലിയായ ചർച്ചയിലേക്ക് ആദ്യം ഒന്ന് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തക്വീനു, തക്വീൻ എന്ന് പറഞ്ഞാൽ ഹുവൽ മഅന, അതൊരർത്ഥമാണ്, ആശയമാണ്. ഏതർത്ഥമാണ്? യുഅബ്ബറു അൻഹു, ആ ഒരു ആശയത്തെയാണ് നമ്മൾ ഇബാറത്ത് പറയാറുള്ളത്. എന്തുകൊണ്ട്? ബിൽ ഫിഅ്ലി, ഫിഅ്ലി എന്നുള്ളത് കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അത് തന്നെയാണ് തക്വീൻ. ഖൽഖ് എന്നുള്ളത് കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അതാണ് തക്വീൻ. തഖ്ലീഖ്, ഈജാദ്, ഹിദാത്ത്, ഇഖ്തിറാ, ഇബ്ദാ തുടങ്ങിയ എന്തൊക്കെ വാക്കുകൾ അല്ലേ, സമാനമായ അർത്ഥമാണ് തക്വീനിനുള്ളത്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ്. വയുഫസ്സറു, അപ്പോൾ ഇതാണ് അർത്ഥം. ഇനി അതിൻ്റെ വിശദീകരണത്തിലൂടെ നമുക്കതിനെ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാം. ബി ഇഖ്റാജിൽ മഅദൂമി മിനൽ അദമി ഇലൽ വുജൂദി, ഇതാണ് അതിൻ്റെ വിശദീകരണം. ഇഖ്റാജുൽ മഅദൂമി, ഇല്ലാത്തതിനെ, ഇല്ലാത്ത വസ്തുവിനെ എന്ന് പറയണ്ട, കാരണം ഒരു വസ്തു ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത വസ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ലോകത്ത് ഉണ്ടായിട്ടേ ഇല്ലാത്തൊരു സംഗതി, അപ്പം ഇല്ലാത്തതിനെ ഇഖ്റാജ് ചെയ്യുക, കൊണ്ടുവരിക. എന്തിൽ നിന്ന്? മിനൽ ഉദുമി അല്ലെങ്കിൽ മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്ന് എങ്ങോട്ട്? ഇലൽ വുജൂദി, ഉണ്മയിലേക്ക്. അപ്പം ഇല്ലാത്ത വസ്തുവിനെ ഉണ്ടാക്കുക, അതാണ് ഇല്ലാത്തതിനെ ഉണ്ടാക്കുക. വസ്തുവിനെ എന്ന് പറയുന്നത് അത് നമ്മൾ മലയാളത്തിൻ്റെ ഒരു പരിമിതി. എന്തായാലും ഇല്ലാത്തതിനെ ഉണ്ടാക്കുക. ഉദാഹരണം, മണ്ണ്
മണ്ണിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്. മണ്ണ് മണ്ണായിരിക്കുമ്പോൾ മനുഷ്യനില്ല. ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് വരെ മനുഷ്യൻ ഇല്ല, അല്ലേ? അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന വെറും ഒരു കോൺസെപ്റ്റിനെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ തഖ്ലീഖിലൂടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു വസ്തു, ഇല്ലാത്തതിനെ ഉണ്ടാക്കി. ഓക്കെ, മനുഷ്യൻ അങ്ങനെ ഒന്നാണ്, ജിന്ന് അങ്ങനെ ഒന്നാണ്. അങ്ങനെ ലോകത്ത് ഹാദിസായ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ്. അതിനെയാണ് നമ്മൾ തക്വീന് എന്നതുകൊണ്ട് തഫ്സീർ ചെയ്യുന്നത്. സിമ്പിളാണ്, അതൊന്ന് അടിവരയിട്ട് മനസ്സിലാക്കുക. ഇഖ്റാജുൽ മഅദൂമി മിനൽ ഉദുമി ഇലൽ വുജൂദി എന്നാണ് അതിൻ്റെ തഫ്സീർ. അതിൻ്റെ അർത്ഥമാണെങ്കിൽ മറ്റ് ഈജാദ്, തഖ്ലീഖ്, ഖൽഖ്, ഫെയിൽ എന്ന വഴി ഒക്കെ കിട്ടുന്ന അർത്ഥം എന്താണോ അത് തന്നെ. ഒരു കാര്യം കഴിഞ്ഞു, ഒരു ഉപകാര്യം കഴിഞ്ഞു. കാര്യങ്ങളായിട്ട് നമ്മൾ വേണ്ടത് 2 കാര്യങ്ങൾ മാത്രമാണ്. ഒരു ഉപകാര്യം. അടുത്തത് സിഫത്തുൻ ലില്ലാഹി തആല, ഇത് അള്ളാഹുവിൻ്റെ സിഫത്താണ് എന്നാണ് പറയുന്നത്. ആര്? തഫ്താസാനി ഇമാമല്ല, നസഫി ഇമാം. കാരണം എന്താണ്? അദ്ദേഹം മാത്തുരീദി മദ്ഹബുകാരനാണ്. മാത്തുരീദികളാണ് കാര്യമായി, മോസ്റ്റ് ഓഫ് മാത്തുരീദിയൻസ് ആണ് പറയുന്നത് ഇത് സിഫത്താണെന്ന്. അപ്പോൾ ഉമർ നസഫിയും അങ്ങനെ പറയുന്നതിൽ അത്ഭുതമില്ല. കാരണം ലിഇത്ബാഖിൽ അഖ്ലി വന്നഖ്ലി അലാ അന്നഹു ഖാലിഖുൽ ലിൽ ആലമി മുകവ്വിനു ലഹു, ഇത് അള്ളാഹുവിൻ്റെ സിഫത്താണെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഒന്ന് അഖ്ലും നഖ്ലും, അല്ലേ? നമ്മുടെ റിലയബിളായ സോഴ്സ് ഖുർആനും ഹദീസ്, ആ നഖിലും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയും യോജിപ്പിക്കുന്നത് എന്താണ്? അന്നഹു അള്ളാഹു ആണ് എന്നുള്ളതാണ്. ഖാലിഖുൽ ലിൽ ആലമി, ലോകത്തെ സൃഷ്ടിച്ചവനാണ്, മുകവ്വിനു ലഹു അതിനെ ഉണ്ടാക്കിയവനുമാണ് എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ പല ഭൗതികമായ നീണ്ട ചർച്ചകളിലൂടെ തെളിയിച്ച കാര്യമാണത്. അള്ളാഹുവാണ് ലോകത്തെ ഉണ്ടാക്കിയവൻ, മുകവ്വിനുമാണ്, അതിൻ്റെ ഖാലിഖുമാണ്. അപ്പോൾ അള്ളാഹു മുകവ്വിനാണെങ്കിൽ, ഇനി അതാണ് പറയുന്നത്, അള്ളാഹു മുകവ്വിനാണ് എന്ന് നമുക്ക് തെളിയിച്ചു കിട്ടി. അടുത്തത് ഇംതിനാഉ ഇത്ലാഖി ഇസ്മിൽ മുഷ്തഖി അല ശൈഇ മിൻ ഗൈരി അൻ യകൂന മഅഖദുൽ ഇഷ്തിഖാഖി വസ്ഫൻ ലഹു. അപ്പോൾ അള്ളാഹു മുകവ്വിനാവണമെങ്കിൽ, അള്ളാഹു ലോകത്തിൻ്റെ മുകവ്വിനാവണമെങ്കിൽ ആദ്യം തക്വീന് എന്ന സിഫത്ത് അള്ളാഹുവിന് ഉണ്ടാവണമല്ലോ. അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. അപ്പോൾ തക്വീനാണ് മുകവ്വിനിൻ്റെ അതിൻ്റെ സോഴ്സ്, അസുല്. അതിൽ നിന്നാണ് ആരുണ്ടായത്? മുകവ്വിൻ ഉണ്ടായത്. അപ്പോൾ ഇംതിനാഉ ഇത്ലാഖി ഇസ്മിൽ മുഷ്തഖി അല ശൈഇ, മുഷ്തഖായ ഒരു ഇസ്മ ഒരാളുടെ മേൽ പറയാൻ പാടില്ലല്ലോ. മുകവ്വിന് എന്നൊരാളുടെ മേൽ പറയാൻ പറ്റൂലല്ലോ. മിൻ ഗൈരി അൻ യകൂന മഅഖദുൽ ഇഷ്തിഖാഖി, ഈ മുകവ്വിനിൻ്റെ ഇഷ്തിഖാഖിൻ്റെ മഅഖദ, മുകവ്വിന് എന്ന് പറയുന്ന ഇഷ്തിഖാഖിൻ്റെ മഅഖദ് അഥവാ തക്വീന്, മസ്തർ. മഅഖദ് എന്ന് പറഞ്ഞാൽ മസ്തർ. അപ്പോൾ ഏതിൽ നിന്നാണോ ഈ ഇസ്മ രൂപപ്പെട്ടത് അത് ഇല്ലാതെ, വസ്ഫല്ലഹു, അയാൾക്ക് വസ്ഫാവാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ വസ്ഫായിട്ട് തക്വീൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് അള്ളാഹുവിനെ ഈ ലോകത്തിൻ്റെ മുകവ്വിനെ എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. മുകവ്വിനാണെന്ന് നമ്മൾ ആദ്യം തെളിയിച്ചു. ഇനി അത് അതിൽ ചർച്ചക്ക് ഇടമില്ല. അള്ളാഹു ലോകത്തിൻ്റെ മുകവ്വിനാണെന്ന് തെളിയിച്ചു. അള്ളാഹു മുകവ്വിനാവണമെങ്കിൽ തക്വീൻ എന്ന് പറയുന്ന സിഫത്ത് അള്ളാഹുവിന് സ്ഥിരപ്പെടേണ്ടേ. അപ്പോൾ അത് സിഫത്തായല്ലേ മതിയാവൂ എന്നാണ് ന്യായം. മനസ്സിലായല്ലോ? അങ്ങനെ സിമ്പിളായിട്ട് പോയാൽ മതി. അർത്ഥം വെക്കുന്നിടത്തൊന്ന് ശ്രദ്ധിക്കുക. ഇംതിനാഉ ഇത്ലാഖി ഇസ്മിൽ മുഷ്തഖി, ഇസ്മ, ഈ മുഷ്തഖായ ഇസ്മ പറയാൻ പാടില്ലല്ലോ അല ശൈഇ, ഒരാളുടെ മേൽ, ഒരു വസ്തുവിൻ്റെ മേൽ, മിൻ ഗൈരി, എപ്പോഴല്ലാതെ, മിൻ ഗൈരി അൻ യകൂന മഅഖദുൽ ഇഷ്തിഖാഖി, ഇഷ്തിഖാഖിൻ്റെ മഅഖദ് അല്ലെങ്കിൽ ഇഷ്തിഖാഖിൻ്റെ മസ്തറായ തക്വീന് എന്നുള്ളതാവാതെ, വസ്ഫലഹു, അള്ളാഹുവിന് വസ്ഫാവാതെ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ തക്വീനായേ മതിയാവൂ, അള്ളാഹുവിൻ്റെ വസ്ഫായേ മതിയാവൂ. സിമ്പിൾ, വളരെ ലളിതമായൊരു. ഇനിയാണ് നമ്മുടെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് പോകുന്നത്. അസലിയത്താണ്. അള്ളാഹുവിൻ്റെ ഈ സിഫത്ത് അനാദിയാണ്, ഹാദിസല്ല. അള്ളാഹുവിന് ഹാദിസായ സിഫത്തില്ല. ഇനി അസലിയാണ് എന്നുള്ളത് തെളിയിക്കാൻ ഇതൊരു ചോദ്യത്തിന് സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അത് നമ്മൾ പ്രത്യേകം പരാമർശിക്കുകയാണ്. ലി വുജൂഹി, 4 കാരണങ്ങളാലാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. തക്വീന് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് അനാദിയാണ് എന്ന് നമുക്ക് പറയാനുള്ള ന്യായങ്ങൾ 4. ഒന്ന് വളരെ സിമ്പിളായ, ഇതൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അൽ-അവ്വലു അന്നഹു യംതനിഉ ഖിയാമുൽ ഹവാദിസ് ബിദാത്തില്ലാഹി തആല ലിമാ മറ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദാത്തിൽ ഹാദിസായ സിഫത്തുകൾ നിൽക്കാൻ പാടില്ല. ഒന്നാമത്തെ ന്യായം സിമ്പിളാണ്, വിശദീകരണം ആവശ്യമില്ല. 2 അസാനി, രണ്ടാമത്തത് അന്നഹു
അള്ളാഹു സുബ്ഹാനഹു വ തആല വസഫ ദാത്തഹു, അള്ളാഹുവിൻ്റെ ദാത്തിനെ അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചത് ഫി കലാമിഹി അൽ അസലിയി, അസലിയായ അള്ളാഹുവിൻ്റെ കലാം അസലിയാണെന്ന് അവിടെ വെറുതെ അസലി എന്ന് ഇട്ടെടുത്തൊന്നുമല്ല, വേർഡ് കൂട്ടാൻ വേണ്ടി ഇട്ടെടുത്തൊന്നുമല്ല. കലാം അസലിയാണോ എന്നുള്ള ചർച്ചയാണ് തൊട്ട് മുമ്പ് കഴിഞ്ഞത് അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനാദിയായ കലാം എന്ന സിഫത്ത് വഴി അള്ളാഹുവിൻ്റെ ദാത്തിനെ വിശേഷിപ്പിച്ചത് എന്താ? ബി അന്നഹുൽ ഖാലിഖു, അള്ളാഹു ഖാലിഖാണ് എന്നാണ്. കാരണം ഖുർആനിലുണ്ടല്ലോ അള്ളാഹു ഖാലിഖാണ് എന്നുള്ളത്. അള്ളാഹു ഖാലിഖാണ് എന്ന് അള്ളാഹുവിനെ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഖൽക്ക് ഫലൗലം യകും ഫിൽ അസലി ഖാലിഖൻ, അള്ളാഹു അസലിൽ ഖാലിഖ് അല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു എന്തായാലും അസലിലുള്ളതാണ്, അള്ളാഹു ഖദീമാണ്. ഇനി അള്ളാഹുവിൻ്റെ സിഫത്തായ ഈ തക്വീന് ഖൽക്ക് എന്നുള്ളത് അസലിൽ ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? ലസിമൽ കദിബു, അള്ളാഹു നുണ പറഞ്ഞതാണ് എന്ന് വരേണ്ടി വരും. അത് തെറ്റാണ്. അല്ലെങ്കിൽ അവിൽ ഉദൂലിൽ മജാസി, അതല്ലെങ്കിൽ അള്ളാഹു അത് മജാസായിട്ട് ഉപയോഗിച്ചതാവണം അല്ലേ. രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ തക്വീൻ എന്നുള്ളത് അസലിയാവുക, അസലി അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതോ അള്ളാഹു ഖാലിഖാണ് എന്ന് അള്ളാഹു പച്ചക്ക് പറഞ്ഞത് എന്താ? അതൊരു മജാസിയായ വർത്തമാനമാവണം. എങ്ങനെ മജാസിയാവുക? അൽ ഖാലിഖു ഫീമാ യസ്തഖ്ബിലു, പിൽക്കാലത്ത് അവൻ സൃഷ്ടിക്കും എന്ന അർത്ഥത്തിൽ മജാസായിട്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ അവിൽ ഖാദിറു അലൽ ഖൽഖി, അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിവുണ്ട് എന്ന അർത്ഥത്തിൽ മജാസായിട്ട് പറഞ്ഞതാണ് അള്ളാഹു ഖാലിഖാണ് എന്നുള്ളത്. രണ്ട് സാധ്യതകൾ ഒന്നാണ് ഈ പറയുന്നത്. പക്ഷെ അതെങ്ങനെ പറയാം? മജാസിനെ നമുക്ക് മുഖവിലക്ക് എടുക്കാം, മജാസിനെ നമുക്കൊരു റിലയബിൾ സോഴ്സ് ആക്കാം. എപ്പോൾ? ഹക്കീക്കത്ത് അവിടെ പറ്റുന്നില്ലെങ്കിലല്ലേ. ഹക്കീക്കത്ത് അവിടെ ശരിയാവണില്ലെങ്കിലല്ലേ നമ്മൾ മജാസിനെ സാധാരണ മുഖവിലക്ക് എടുക്കാറ്. അപ്പോൾ ഇവിടെ പറ്റുന്നില്ല. കാരണം പിന്നെ ഗൈരി തഅദ്ദുരിൽ ഹക്കീക്കത്ത് ബുദ്ധിമുട്ടാവാത്ത സമയത്ത് എങ്ങനെയാണ് നമ്മൾ മജാസിനെ മുഖവിലക്ക് എടുക്കുക? അതാണ് മിൻ ഗൈരി തഅദ്ദുരിൽ ഹക്കീക്ക എന്ന് പറഞ്ഞാൽ. ഹക്കീക്കത്ത് തഅദ്ദുറാവാതെയാണിത്. ഇവിടെ ഹക്കീക്കായിട്ട് എടുത്താൽ മതി. അള്ളാഹു ഖാലിഖാണ് എന്നുള്ളത് അവിടെ ഹക്കീക്കിയായിട്ടാണ് എടുത്താൽ മതി. അതിന് വിഘാതമാവുന്ന എന്തെങ്കിലും തെളിവ് നമ്മുടെ കയ്യിലുണ്ടോ? അള്ളാഹു ഖാലിഖാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖൽക്ക് എന്നുള്ളത് സിഫത്ത് അസലിയാണ് എന്നുള്ളതിന് തടസ്സം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും തെളിവ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഹക്കീക്കിയായിട്ട് എടുത്താൽ മതി. ഈ രണ്ട് രൂപത്തിലാണ് മജാസി ആയിട്ട് എടുക്കാൻ പറ്റുക. ഒന്നുകിൽ അള്ളാഹു ഭാവിയിൽ സൃഷ്ടിക്കും എന്ന അർത്ഥത്തിലാണ് ഖാലിഖ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിവുണ്ട് എന്ന അർത്ഥത്തിലാണ് ഖാലിഖ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് മജാസാണ്. മജാസിന് മുഖവിലേക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം? ഹക്കീക്കത്ത് ബുദ്ധിമുട്ടാവണം. ഇവിടെ ഹക്കീക്കത്ത് ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് മജാസിന് മുഖവിലേക്ക് എടുക്കണ്ട. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. മജാസിനെ മുഖവിലേക്ക് എടുത്താൽ ലൗ ജാസ് ഇത്ലാഖുൽ ഖാലിഖി അലൈഹി, അല്ലേ, എന്താ ഈ ഖാലിഖ് എന്നുള്ളതിന് അല്ലെങ്കിൽ മുക്കവ്വിന് എന്നുള്ളതിന് ലൗ ജാസ, ഇത് ജായിസ് ആയാൽ ഇത്ലാഖുൽ ഖാലിഖ് എന്നുള്ളതിനെ പറയാൻ പറ്റുന്നത് ജായിസ് ആയാൽ എന്തിൻ്റെ മേൽ? അലൈഹി, ഈ ഖൽക്കിൻ്റെ മേൽ കാദിറാവുന്ന ഒരു സംഗതിയെക്കുറിച്ച്, ഖൽക്കിൻ്റെ മേൽ കാദിറാവുക എന്നുള്ളതിനെക്കുറിച്ച് ഖാലിഖ് എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ തക്വീനിൻ്റെ മേൽ കാദിറാവുക എന്നുള്ളതിനെക്കുറിച്ച് മുക്കവ്വിന് എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള അള്ളാഹുവിന് കഴിവുള്ള എത്ര സംഗതികളുണ്ട് അല്ലേ. അള്ളാഹുവിന് മനുഷ്യൻ്റെ മേൽ കഴിവുണ്ട്, മനുഷ്യൻ്റെ അഹ്വാലുകളെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹു മനുഷ്യൻ്റെ അവസ്ഥകളാണ് എന്നാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന് വേണം സത്യം പറയാനും നുണ പറയാനും അല്ലേ ഒക്കെ കഴിവുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ. അതിൻ്റെ അർത്ഥം അള്ളാഹു ഹക്കാണ്, അള്ളാഹു കദിബാണ് എന്നാണ്. അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മേൽ കഴിവുണ്ട് എന്ന് കരുതി അല്ലേ, അത് അള്ളാഹു ആവുന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ കാദിറാണ് എന്ന അർത്ഥത്തിൽ വെക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ലൗ ജാസ ഇത്ലാഖുൽ ഖാലിഖി അലൈഹി, ഒരു ഖൽക്കിൻ്റെ മേൽ കാദിറാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ ഖാലിഖ് എന്ന് വിളിക്കുകയാണെങ്കിൽ ബി മഅനൽ കാദിർ അലൽ ഖൽഖി, അള്ളാഹുവിന് ഖൽക്കിൻ്റെ മേൽ കാദിർ കഴിവുണ്ട് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ ഖാലിഖ് എന്ന് വിളിച്ചത് മജാസ് ആണെങ്കിൽ ലജാസ ഇത്ലാഖു കുല്ലുമാ യഖ്ദുറു ഹുവ അലൈഹി മിനൽ ആറാളി, അള്ളാഹുവിന് കഴിവുള്ള മറ്റെത്രങ്ങാനും സംഗതികളുണ്ട് ലോകത്ത്, അതിനൊക്കെ കുറിച്ചിട്ട് അള്ളാഹു എന്ന് വിളിക്കേണ്ടതില്ലേ, പറയേണ്ടി വരില്ലേ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇതിങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തത്. അടുത്തത് തക്വീന് അസലിയാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പറയുന്നത്. അടുത്തത് തക്വീന് ഹാദിസ് ആണെങ്കിൽ, ലൗകാന, ഈ തക്വീനാണെങ്കിൽ ഹാദിസ് ആണെങ്കിൽ, അപ്പോൾ അതിനെ ഉണ്ടാക്കിയതാരാ? ഫഇമ്മാ ബി തക്വീനിൻ ആഖർ, അപ്പോൾ ഈ നമ്മൾ പറയുന്ന ഈ തക്വീനിനെ ഉണ്ടാക്കാൻ വേറൊരു തക്വീൻ ആവശ്യം വരില്ലേ? ഫഇമ്മാ ബി തക്വീനിൻ ആഖർ, നമ്മൾ പറയുന്ന തക്വീന് ഹാദിത്താണെങ്കിൽ ആ തക്വീനിനെ ഉണ്ടാക്കാൻ വേറൊരു തക്വീന് വേണ്ടി വരും. ഫയൽസമു തസൽസുലു, ആ തക്വീനുണ്ടാക്കാൻ മറ്റൊരു തക്വീന്, ആ തക്വീനുണ്ടാക്കാൻ മറ്റൊരു, ഇതിങ്ങനെ തസൽസുലാവും. ബഹു മുഹാലുൻ തസൽസുലു, മുഹാലാണ്, അത് നമ്മൾ മുമ്പേ പറഞ്ഞു വെച്ചതാണ്. മാത്രവുമല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ പുറമെ വേറൊരു പ്രശ്നം,
വയൽസമു മിൻഹു. അങ്ങനെ തക്വീനിനെ ഉണ്ടാക്കാൻ മറ്റൊരു തക്വീന് വേണം അല്ലേ? അങ്ങനെ വരുമ്പോൾ ഫയൽസമു മിൻഹു ഇസ്തിഹാലത്തു തക്കവുനിൽ ആലമി. അങ്ങനെയല്ല, ഫയൽസമു മിൻഹു ഇത് തസൽസുൽ മുഹാലാണ് എന്നത് വഴി. ഫയൽസമു മിൻഹു ഈ തസൽസുൽ മുഹാലാവുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തക്വീനിനെ ഉണ്ടാക്കാൻ മറ്റൊരു തക്വീൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതല്ലേ അല്ലേ? അപ്പോൾ ഫയൽസമു മിൻഹു ഇസ്തിഹാലത്തു തക്കവുനിൽ ആലമി, ആലമിനെ ഉണ്ടാക്കൽ മുസ്തഹീലാണ് എന്ന് വരും. ഇത് മുഹാലാണെങ്കിൽ അത് മുഹാലാണ്. എങ്ങനെ? ഒരു തക്വീൻ, നമ്മൾ പറയുന്ന തക്വീന് ഹാദിസാണെങ്കിൽ അതിനെ ഉണ്ടാക്കാൻ മറ്റൊരു തക്വീന് വേണ്ടി വരും. അങ്ങനെ തക്വീന് മേലേക്ക് പോകുന്നത് തസൽസുലാണ്, ആ തസൽസുൽ മുഹാലാണ്. അപ്പോൾ അങ്ങനെ ഒരു തക്വീൻ ഉണ്ടാവില്ല എന്നാണ് വരിക. അങ്ങനെ തക്വീൻ ഇല്ലെങ്കിൽ, ഈ തക്വീനെ ഉണ്ടാക്കി മറ്റൊരു തക്വീൻ ഇല്ലെങ്കിൽ ഇസ്തിഹാലത്ത് തക്വീനിൽ ആലമി ലോകത്തെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വരും. ലോകത്തെ ഉണ്ടാക്കൽ മുസ്തഹീലായി വരും. എങ്ങനത്തെ ലോകം? അനഹു മുഷാഹദ്, ഈ ലോകത്തെ എല്ലാവർക്കും കാണാം, എല്ലാവരുടെയും കണ്ണിന് ഗോചരീഭവിക്കുന്ന, കാണാൻ കഴിയുന്ന ഈ ലോകം ഇല്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ വഇമ്മാ ബിദൂനിഹി, മറ്റൊരു തക്വീൻ ഇല്ലാതെയായിരിക്കണം നമ്മൾ ഈ പറയുന്ന തക്വീൻ ഉണ്ടാവുന്നത്. ഒന്നുകിൽ മറ്റൊരു തക്വീന് വഴിയായിരിക്കും ആ തക്വീൻ ഉണ്ടാവലും മുസ്തഹീലാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഒരു തക്വീൻ്റെ ഒന്നും ആവശ്യമില്ലാതെയാണ് നമ്മൾ ഈ പറയുന്ന തക്വീൻ ഉണ്ടായതെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഫയസ്തഗ്നിൽ ഹാദിസു അനിൽ മുഹദ്ദിസ്. അപ്പോൾ ഈ ലോകത്തുള്ള ഹാദിസായ വസ്തുക്കൾക്കൊന്നും മുഹദ്ദിസിൻ്റെ ആവശ്യം, മുഹദ്ദിസായ അള്ളാഹുവിൻ്റെ ആവശ്യമില്ല എന്ന് വരും അല്ലേ? മറ്റൊരു തക്വീനിൻ്റെ ആവശ്യമില്ലാതെ ഉണ്ടായതാണ് ഈ തക്വീനെങ്കിൽ അതേപോലെ തന്നെ ലോകത്തുള്ള വസ്തുക്കളൊക്കെ. അപ്പോൾ അതിനൊന്നും മുഹദ്ദിസിൻ്റെ ആവശ്യമില്ല, മുഹദ്ദിസായ അള്ളാഹുവിൻ്റെ ആവശ്യമില്ല എന്ന് വരും. അതുപോലെ തന്നെ ഹിദാത്തിൻ്റെ ആവശ്യമില്ല എന്ന് വരും. വഫീഹി തഅ്തീലു സ്വാനി, അവിടെ സ്വാനിയായ അള്ളാഹു ഇല്ല എന്നുള്ള ഒരു അവസാനത്തെ ചർച്ചയിലേക്കാണ് നമ്മൾ എത്തുക, നിരീശ്വരവാദത്തിലേക്കാണ് എത്തുക. മനസ്സിലായോ? അതിൻ്റെ ആകത്തുക ഇതാണ്. തക്വീന് ഹാദിസാണെങ്കിൽ ആ തക്വീനിനെ ഉണ്ടാക്കിയ മറ്റൊരു തക്വീന് വേണ്ടി വരും. അങ്ങനെ തക്വീൻ എന്ന് പറയുന്നത് തസൽസുലാണ്, തസൽസുൽ മുഹാലാണ്. അല്ലെങ്കിൽ തക്വീൻ ഇല്ല എന്ന് പറയേണ്ടി വരും. തക്വീൻ ഇല്ലെങ്കിൽ പിന്നെ ലോകത്ത് മുക്കവ്വിനായ അള്ളാഹു ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം നിരീശ്വരവാദത്തിലേക്കല്ലേ അത് എത്തുക. 4 വറാബ്യോ അന്നഹു ലൗ ഹദസ, ഈ തക്വീന് ഹാദിസാണെങ്കിൽ ലഹദസ, ആ തക്വീൻ ഉണ്ടാവേണ്ടത് ഇമ്മാഫി ദാത്തിഹി, ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ദാത്തിലാണ്. ഫയസീറു, അങ്ങനെ അള്ളാഹുവിൻ്റെ ദാത്തിലായാൽ അള്ളാഹു ആയി മാറും. മഹല്ലലിൽ ഹവാദിസി, ഹവാദിസായ വസ്തുക്കൾ വന്നു ചേരുന്ന ഒരു ഇടയമായി മാറും. അള്ളാഹു അതിൽ നിന്ന് തആല വ തഖദ്ദസാണ്. അള്ളാഹുവിന് ഹാദിസായ ഒന്നുമില്ല. ഔ ഫി ഗൈരിഹി, അല്ലെങ്കിൽ ഓരോ തക്വീനും അള്ളാഹുവിലല്ല മറിച്ച് സൃഷ്ടികളിലാവേണ്ടി വരും. ഇപ്പോൾ എന്നെ സൃഷ്ടിച്ച എൻ്റെ തക്വീൻ എവിടെ? എന്നിൽ തന്നെ. ഒരു സൈക്കിളിൻ്റെ തക്വീൻ എവിടെ? സൈക്കിളിൽ തന്നെ. അങ്ങനെ ആര് പറഞ്ഞിട്ടുണ്ട്? അബുൽ ഹുദൈൽ പറഞ്ഞിട്ടുണ്ട്. കമാ ദഹബ ഇലൈഹി അബുൽ ഹുദൈൽ മിൻ അന്ന തക്വീന കുല്ലി ജിസ്മിൻ, ഈ ലോകത്തുള്ള എല്ലാ ജിസ്മിൻ്റെയും തക്വീന് ഖായിമുൻ ബിഹി, ആ ജിസ്മിലാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതൊരു വസ്തുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണെങ്കിൽ ഓക്കെ, അതൊക്കെ. അപ്പോൾ ഒരു ആശയത്തിൽ വന്ന ധാരണാഭിഷക്കാണ്. ഇപ്പോൾ നമുക്കൊരു അടി കിട്ടുമ്പോൾ അയാൾ പറയുന്നത് ലാരിബിലല്ല ലർബ് നിൽക്കണം, മൽറൂബിലാണ് ലർബ് നിൽക്കുന്നത് എന്നാണ് മൂപ്പര് പറയുന്നത്. അബുൽ ഹുദൈൽ ലർബ് അല്ലേ, ഒരാൾ അടിച്ചു, ഒരാൾ അടി കൊണ്ടു. അപ്പോൾ ഈ അടി എന്ന് പറയുന്ന സംഗതി അതാണല്ലോ തക്വീന്. ഈ അടി ആരിലാണ്? മൽറൂബിലാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ആൾക്കാർ അടി കിട്ടി എന്നുള്ളതാണ് മൂപ്പരുടെ ന്യായം. ശരിക്കും അത് തെറ്റല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്താ അർത്ഥം? ഫയക്കൂനു കുല്ലു ജിസ്മിൻ, അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുമായി മാറും. ഖാലിക്കൻ മുക്കവ്വിന ലി നഫ്സി, ഓരോ വസ്തുവിൻ്റെയും ഖാലിക്കാർ ആ വസ്തു തന്നെ, ഓരോ വസ്തുവിൻ്റെയും മുക്കവ്വിനാർ ആ വസ്തു തന്നെ. ലാ ഖഫാ ഫി ഇസ്തിഹാലത്തിഹി, അത് മുസ്തഹീലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അടി കിട്ടിയ ആളിലാണ് അടിയെങ്കിൽ അതൊരു തെറ്റാണ്. കാരണം അടി കിട്ടിയ ആൾക്ക് എവിടുന്ന് അടി കിട്ടിയ ആൾ തന്നെയാണ് അയാൾ അടിച്ചതെന്ന് വരും. ഇപ്പോൾ എനിക്ക് അടി കിട്ടിയാൽ ഞാൻ തന്നെയാണ് എന്നെ അടിച്ചത് എന്നുള്ള അർത്ഥം വരും. അത് തെറ്റാണ്. ഇങ്ങനെ 4 ന്യായങ്ങളാണുള്ളത്. ഇൻഷാ അല്ലാഹ് കുറച്ച് വിശദീകരണം കൂടിയിട്ട് നമ്മളിവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.